ഹായ് ഹലോ, എൻ്റെ പേര് ഹാസിഫ്. ഞാൻ ജോബ് ജംഗ്ഷനിലെ ഒരു ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പർ പ്ലസ് മെൻറ്ററാണ്. ഇന്ന് നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ എങ്ങനെ സിമ്പിളായിട്ട് ഒരു സ്റ്റാറ്റിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഹോസ്റ്റ് ചെയ്ത് പബ്ലിക് ആക്കാമെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യാതൊരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും വേണ്ട. ഏതൊരാൾക്കും വന്നിട്ട് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് വേഗം അത് ചെയ്ത് നോക്കിയാലോ. നമുക്ക് എന്ത് ചെയ്യാം, മിന്നൽ മുരളിക്ക് വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ട, ആദ്യം തന്നെ എൻ്റെ ഡെസ്ക്ടോപ്പിൽ ഞാനൊരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഞാനിവിടെ യൂസ് ചെയ്യണ ഒരു കോഡ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. അതിൻ്റെ പേരാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അഥവാ VS കോഡ് എന്ന് പറയും. ഞാൻ എന്ത് ചെയ്യുന്നു, ആ VS കോഡിൻ്റെ അകത്ത് ഫോൾഡർ ഓപ്പൺ ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി അതിൻ്റെ ഐക്കണിൻ്റെ മുകളിലേക്ക്. അപ്പോൾ എന്ത് ചെയ്ത് ഓപ്പൺ ആയി വരും. ഇനി അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ബേസിക് ആയിട്ട് ഒരു ഫയലാണ് .html ഫയലുകൾ എന്ന് പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ ഫയലൊരു പേര് കൊടുത്തു, ഇൻഡെക്സ്. നോർമലി എല്ലാവരും നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്ന പേരാണ് ഇൻഡെക്സ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, .html എന്ന് പറഞ്ഞിട്ട് തന്നെ സേവ് ചെയ്യണം. ഇനി നമുക്ക് ആ കോഡ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് 5 മിനിറ്റിനുള്ളിൽ ബിൽഡ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രാച്ച് ചെയ്ത് എഴുതി കൊടുക്കാൻ പറ്റില്ല, സമയം എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരു AI ടൂൾ യൂസ് ചെയ്യാം. ക്ലോഡ്, ഇപ്പോൾ ChatGPT ഒക്കെ പോലത്തെ ഒരു ടൂളാണ് ക്ലോഡ്. നമുക്ക് കോഡൊക്കെ എഴുതാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് ക്ലോഡാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, എടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോംപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, ഞാനൊരു സിമ്പിൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഞാൻ ജനറേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം, HTML ഉണ്ട്, CSS ഫയലുണ്ട്. HTML എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെബ് പേജിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ് HTML. ഇനി നമുക്ക് ആ ബിൽഡ് ചെയ്ത ആ ഒരു സ്ട്രക്ചറിന് സ്റ്റൈലൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് കളർ കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അനിമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഒരു വെബ്സൈറ്റിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ CSS വേണം. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ഫയലുകളാണ് ബേസിക്കായിട്ട് ആവശ്യമുള്ളത്, HTML-ഉം CSS-ഉം. ഓക്കെ, നമുക്ക് അതിൻ്റെ കോഡുകളൊക്കെ ഇപ്പോൾ CSS-ന്റെ കോഡുകൾ ജനറേറ്റ് ചെയ്ത് വന്നത് കാണാൻ പറ്റും. ഇനി ഞാൻ എന്ത് ചെയ്തു, ആ HTML കോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് കോഡ് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ VS കോഡിൽ വന്നിട്ട് അവിടെ ഫയലിൽ ആ കോഡ് കോപ്പി ചെയ്തിട്ടു. ഓക്കെ, ഇനി നമുക്ക് അത് എന്ത് ചെയ്യാം, ആ ഫയലിലൂടെ റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് VS കോഡിൽ. നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ബ്രൗസറിൽ ഓപ്പൺ ആയി വരും. ഇപ്പം എന്തെങ്കിലും കണ്ടോ, ഇപ്പോൾ ജസ്റ്റ് ആ സ്ട്രക്ചർ മാത്രം വന്നിട്ടുള്ളൂ, ടെക്സ്റ്റ് കാര്യങ്ങൾ ലിങ്ക് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്തില്ല, അതിനൊരു സ്റ്റൈലില്ല. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, നേരെ VS കോഡിൽ വന്നിട്ട് ഒരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ പേരാണ് styles.css. ഇനി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് ക്ലോഡിൻ്റെ ഇന്റർഫേസിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ CSS കോഡുകളെല്ലാം കോപ്പി ചെയ്തിട്ട് ആ ഫയലിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, CSS-ൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാം, വീണ്ടും ഞാൻ ആ ബ്രൗസറിൽ ഓപ്പൺ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, ആ വെബ്സൈറ്റ് ഇറക്കണ്ടോ. ഇപ്പം എന്ത് പറ്റി, അതൊരു ഫുൾ നല്ല അടിപൊളി വെബ്സൈറ്റ് ആയിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് ഓക്കെ, ഇതിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ മാത്രം കിട്ടുള്ളൂ. നിങ്ങൾക്ക് അവിടെ മുകളിൽ URL ശ്രദ്ധിച്ചാൽ അറിയാം, 127.0.0.1 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നേക്കണം. നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം, അവിടെ .com അല്ലെങ്കിൽ എന്ത് ചെയ്യുക, .in അതുപോലെയൊക്കെ ആക്കണം അല്ലേ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇന്റർനെറ്റിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ, കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വെബ്സൈറ്റ് സീൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അപ്പോൾ അത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് Netlify എന്ന് പറയും. NETLIFY, Netlify എന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ അകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ആ ഇന്റർഫേസിൽ ചെന്നിട്ട് കണ്ടോ, അവിടെ ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും. നമ്മൾ എന്ത് ചെയ്യും, ഞാൻ ആ ഫോൾഡർ മൊത്തത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു വിൻഡോയിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പം അപ്ലോഡിംഗ് ആണ് കാണുന്നത്. ഓക്കെ, ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു എന്താ പറയുക, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു URL ആണ് വന്നേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്ട് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് ചേഞ്ച് പ്രൊജക്ട് നെയിമിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാൻ, മിന്നൽ മുരളി എന്ന് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഇപ്പൊ നമ്മുടെ താഴെ കാണാൻ പറ്റും https://minnalmurali.netlify.app എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, ബ്രൗസറിന്റെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് അവിടെ minnalmurali.netlify.app എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മളിപ്പോൾ ബിൽഡ് ചെയ്ത വെബ്സൈറ്റ് അവിടെ കാണാൻ പറ്റും.
ഇത്ര ഉള്ള ഒരു വെബ്സൈറ്റ്, സിംഗിൾ പേജ് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ ഇത്ര എളുപ്പമാണ്. നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നെറ്റ്ലിഫൈയിലെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ ഹോസ്റ്റിംഗ് ആണ്, നമുക്ക് ഒരു പൈസ പോലും നമുക്ക് എന്ത് ചെയ്യേണ്ട, മുടക്കേണ്ട കാര്യമില്ല നെറ്റ്ലിഫൈയിൽ ഹോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ റെസ്യൂമേക്ക് ഇതുപോലെ വെബ്സൈറ്റ് ആക്കി ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹോസ്റ്റ് ചെയ്യുക. ഓക്കെ, സോ ഐ ഹോപ്പ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറിന്റെ പേരിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു സ്റ്റാറ്റിക് വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നെറ്റ്ലിഫൈയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൽ പോയി ഹോസ്റ്റ് ചെയ്ത് പബ്ലിക് ആക്കുക. എന്നിട്ട് ആ ലിങ്ക് താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. സോ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അക്കൗണ്ട് ഫോളോ ചെയ്യുക.